ഇതെന്തായി കാണിക്കുന്നേ? പഠിക്കുകയാണോ അതോ ഹാർമോണിയം വായിക്കുകയാണോ? കുറച്ചു നേരം ഇവിടെ ഇരിക്കുന്നു, കുറച്ചു നേരം അവിടെ പോകുന്നു. ഇതെന്താ ചെയ്യുന്നേ? കുറച്ചു നേരം ആയല്ലോ. ഒന്നിനും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല അച്ഛാ. എന്താ മനസ്സിലാവുന്നില്ല. ഭയങ്കര ഡിസ്റ്റർബൻസ് വന്നു. എന്താ പറ്റിയെന്ന് മനസ്സിലാവുന്നില്ല. അത് മനസ്സിനൊരു നിയന്ത്രണം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറ്റുന്നത്. ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ശ്രദ്ധ വേണം. ഓ തുടങ്ങി ഒരു ഫിലോസഫി. ഈ പുസ്തകമെങ്കിലും വായിക്കും, വായിച്ചു നോക്ക്. ഗീതാ ചക്രവ്യൂഹം, ഭഗവത്ഗീതയോ? ഇതെല്ലാം അമ്മൂമ്മയ്ക്കും കൊണ്ട് കൊടുത്തോ? എനിക്ക് വേണ്ട. ഇത് അമ്മൂമ്മയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ഇതെല്ലാ കുട്ടികൾക്കും, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കും കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കും എല്ലാവർക്കും പ്രയോജനപ്പെടുന്നതാണ്. ഇതിൻ്റെ അകത്ത് സയൻസാണ് പറഞ്ഞിരിക്കുന്നത്. വായിച്ചു നോക്ക്. വായിച്ചു നോക്കിയാലല്ലേ മനസ്സിലാവുള്ളൂ. സയൻസോ? ഭഗവത്ഗീതയിലോ? അത് നിനക്കറിയാത്തതുകൊണ്ടാണ്. ഭഗവത്ഗീതയാണ് ഏറ്റവും വലിയ സയൻസ്. എല്ലാ സയൻസും ഇതിൽ നിന്നാണ് വരുന്നത്. വായിച്ചു നോക്കിയാലല്ലേ മനസ്സിലാവുള്ളൂ. വായിക്കാതെ എങ്ങനെയാണ്? ഇത് വേണ്ടെങ്കിൽ വേണ്ട. ഈ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കോമ്പറ്റീഷനൊക്കെ ഉണ്ട്. പിന്നെ സമ്മാനം എത്രയാണെന്ന് അറിയാവോ? 1,00,000 രൂപയാണ്. 1,00,000 രൂപ ഒന്നാം സമ്മാനം. വേണ്ടെങ്കിൽ വേണ്ട. ഞാൻ എന്തായാലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിനക്ക് വേണ്ടെങ്കിൽ ഞാൻ ആവശ്യമുള്ളവർക്ക് കൊടുക്കാം. അവരെങ്കിലും രജിസ്റ്റർ ചെയ്യട്ടെ. നിനക്കിതിലൊന്നും താല്പര്യമില്ലല്ലോ. പിന്നെ അച്ഛൻ പറഞ്ഞത് ശരിയാണ് കേട്ടോ. ഇതിൽ സയൻസിനെ കുറിച്ചും പറയുന്നുണ്ട്. എന്നാ എൻ്റെ പേര് രജിസ്റ്റർ ചെയ്തോ? ഞാൻ റെഡി.